പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മൾ സൂറത്ത് അന്നൂറിലെ 31-ാമത്തെ വചനമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് 2-3 ക്ലാസ്സുകളിലായിട്ട്. അതിൽ കുല്ലിൽ മുഅ്മിനാത്തി എന്ന് തുടങ്ങുന്ന വചനാണ്. അതിൽ മുഅ്മിനാത്ത് എന്താണ്, മോമിൻ അറ്റ് ആത്ത് എന്നുള്ളത്, മോമിൻ ഈൻ എന്നുള്ളത്, മോമിൻ ഊൻ എന്നുള്ളത്, ഓൺ എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു. കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അത് ഖുർആനിൽ മുസ്ഹഫിൽ വന്ന ഇടങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വല്ലുൽ ബസർ വല്ലുൻ നെളർ, നെളറും ബസറും തമ്മിലുള്ള വ്യത്യാസം. ബസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ബാഹ്യമായ 2 കണ്ണുകളല്ല എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ബിഹുമരി പിന്നെ വയഹഫലുന ഫുറൂജഹുന്ന, ഫർജ് തമ്മിലുള്ള ഹിഫ്ള് ഫർജ്, ഹിസ്ന് ഫർജൊക്കെ വിശദീകരിച്ചു. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ, സീനത്ത് എന്താണ്, ലാഹിറായ സീനത്ത് എന്താണ് എന്നുള്ളതൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വല്യളിരിബിന ബിഹുമരിഹിന്ന, ലർബ് എന്താണെന്ന് പറഞ്ഞു. ലർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മദലൂൽ, നമുക്ക് അതിൽ നിന്ന് ഒരുപാട് തെളിവുകളും വിവരങ്ങളും അറിവുകളും കിട്ടും. അതാണ് ലർബ്. അല്ലാതെ ഒരു കഷ്ണം തുണി മാറിലേക്ക് താഴ്ത്തിയിടുന്നതിനല്ല ലർബ് എന്ന് പറയാം. അത് നമ്മൾ കാഫിര്യങ്ങളുടെ അയനാക്കിൻ്റെ മുകളിൽ വെട്ടണം എന്ന് പറഞ്ഞ ആയത്തൊക്കെ വിശദീകരിച്ചപ്പോൾ ലർബ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വല്ലരിബൂഹുന്ന വല്ലരിബൂ ഫൗക്കൽ അയനാക്കി വല്ലരിബൂ കുല്ല ബനാൻ എന്ന് പറയണത് ആ കാഫിര്യങ്ങളുടെ അയനാക്കിൻ്റെ മുകളിൽ വെട്ടുക എന്ന് പറയുന്നത് കഴുത്തിന് മുകളിൽ വെട്ടുക എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിൽ. അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലർബൊക്കെ അവിടെ വെട്ടുക എന്നർത്ഥം. അത് നമ്മൾ പറഞ്ഞു. ലർബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ലർബ് നമുക്ക് ഒരുപാട് തെളിവുകളും വിവരങ്ങളും നമുക്ക് വെളിച്ചവും ബയാനുകളും നൽകത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനത്തെയാണ് ലർബ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ എന്താണോ എഴുത്തിനാക്ക്, അനക്ക എന്ന വാക്കിൽ നിന്നാണ് എഴുത്തനക്ക എന്ന വാക്കുണ്ടാകുന്നത്, ഫാലിന്ന് ഇഫ്താലുണ്ടാകുന്നത് പോലെ. അപ്പോൾ ഒരാൾ എഴുത്തിനാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളൊരു ആശയത്തെ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എഴുത്തിനാക്കുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആശ്ലേഷിച്ചു, ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ അനക്ക എന്ന് പറയുന്നത് അയാൾ ഇതുവരെ ഉൾക്കൊണ്ട അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഊഹങ്ങളെയും കെട്ടുകഥകളെയൊക്കെയാണ് അവിടെ പറയുന്നത്. അതിനെയാണ് അവർക്ക് തട്ടി ഉണർത്തി അതിലേക്കുള്ള തെളിവുകളും വെളിച്ചങ്ങളുമാണ് നൽകേണ്ടത്. അത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അതാണ് വല്ലരിബൂ ഫൗക്കൽ അയനാക്കി എന്ന് പറയുന്നത്. അത് നമ്മളൊക്കെ എത്രയോ വിശദീകരിച്ചാണ്, ഇനി പറയേണ്ടതില്ല, കാരണം വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയുള്ളൂ. ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട് സൂറത്ത് യാസീൽ ഇന്നാ ജഅൽനാഫി അയനാക്കിഹിം അഗ്ലാലൻ എന്ന് പറഞ്ഞാൽ ഏത് കാഫിറുകളുടെ കഴുത്തിലാണ് ചങ്ങല എന്നുള്ളത്. അയനാക്കിന് കഴുത്ത് എന്ന് വെച്ചാൽ അയനാക്കിന് കഴുത്ത് എന്നർത്ഥം, നമ്മുടെ ബാഹ്യമായ ഈ കഴുത്ത് എന്നാണ് അയനാക്കിന് നമ്മൾ വെക്കുന്ന അർത്ഥമെങ്കിൽ ഇന്നാ ജഅൽനാഫി അയനാഖിഹിം അഗ്ലാലൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഏത് റസൂൽ വരുമ്പോൾ ആ നാട്ടിലെ ഏത് ആളുകളുടെ കഴുത്തിലായിരുന്നു ചങ്ങലകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അയനാക്ക് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം പോലും തെറ്റായിട്ട് അർത്ഥം എഴുതി അത് സമൂഹം മുഴുവൻ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു സഹോദരൻ്റെ കമൻ്റൊക്കെ കണ്ടു. അത് നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനിത് ആർക്കെങ്കിലും വേണ്ടി പഠിച്ചതല്ല. ഈ ഗ്രന്ഥം, ഈ മുസ്ഹഫ് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടി പഠിച്ചതാണ്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്.
ആരെയും പഠിപ്പിക്കാനോ ഇത് വയല് പറഞ്ഞ് നടക്കാനോ വേണ്ടി പഠിച്ചതല്ല, അത് എനിക്ക് വേണ്ടി മാത്രം പഠിച്ചതാണ്. അപ്പോൾ ചില എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ വിവരം ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യമുള്ള ആളുകളെ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അത് ആവശ്യപ്പെടുന്ന എല്ലാവരും അതിൽ ചേർക്കാറും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഒരു 5-6 ആളുകളിപ്പോൾ ചേർത്തതാണ്. അപ്പോൾ അത്രയും ആവശ്യപ്പെടുമ്പോൾ മാത്രം നമ്മൾ അതിൽ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ലർബൊക്കെ വല്ലറിബിന ബി ഹുമരിഹിന്ന എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ മൂടി വെക്കപ്പെട്ട തഹ്മീർ ചെയ്യപ്പെട്ട ചിന്തകളുണ്ട്. ആ ചിന്തകളിലൂടെയാണ് അത് ഹക്കും ബാത്തിലും ഉണ്ടാവും. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ വിജ്ഞാനങ്ങളെ, അറിവുകളെ തട്ടിയുണർത്തി ഒരുപാട് തെളിവുകൾ, മഅരിഫത്തുകളിലേക്ക് നമ്മൾ എത്തേണ്ടത്. അതാണ് വല്ലറിബിന ഹുമരിഹിന്ന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഹുമർ തഹ്മീർ കൊണ്ടാണ്, അല്ലാതെ ഹുമറുകളെ എന്ന അർത്ഥത്തിനല്ല. വെറുതെ പറഞ്ഞതല്ല എന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിച്ചു. ഇനി പറയുന്നത് ആണ്, ഇനി നമ്മൾ വല യുബദീന സീനത്തഹുന്ന, പിന്നെ ഇനിയാണ് വല്ലറിബിന ബി ഹുമരിഹിന്ന അല ജുയൂബിഹിന്ന എന്ന് പറയുന്നത് നമ്മൾ വിശദീകരിച്ചു. ജബ് എന്താണ്, ജബ്ബുൻ നഫ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടത്. ആ ജബ്ബുൻ നഫ്സിലെ ആ വയാബത്തുൽ ജുബിലാണ് യൂസുഫിനെ ആദ്യം ഇട്ടത് എന്ന് പറഞ്ഞു. അത് പൊട്ടക്കൻറ്റിൽ നിന്നാണ് ആക്കിയത്, അല്ല, ആദ്യം ഇരുട്ടിലായിരുന്നു. വയാബത്തുൽ ജുബിലാണ് കൊണ്ടുപോയി ഇടുന്നത്. അതൊക്കെ വേറെ വിശദീകരിക്കാം, അത് നമ്മൾ പിന്നെ പറയാം. വയാബത്തുൽ ജുബാനിൽ കൊണ്ടുപോയിട്ട് യൂസുഫിനെ കൊണ്ടുപോയി ഇടുന്നത്. ആ ജബ്, അതിൽ നിന്നാണ് ജുയൂബ് ഉണ്ടാകുന്നത്. ആ മൂസയുടെ ജൈബിലെ തൻ്റെ കഴിവുകളും സ്വാധീനങ്ങളും അറിവുകൾ തേടാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ ഈ ജുബിലാക്കാണ് ചേർത്ത് വെക്കുന്നത്. അപ്പോഴാണ് വിജ്ഞാനത്തിൻ്റെ ഒരു വെളിച്ചം, ഒരു വെള്ളി വെളിച്ചം, ഒരു വെട്ടം കണ്ടെത്തുന്നത്. അല്ലാതെ കൈ പ്രകാശിക്കൊന്നുമല്ല. അത് കൈ കക്ഷത്തിൽ വെച്ചിട്ട്, കൈ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു ഒരാളുടെ അയാളുടെ നുഫൂദും സൽത്തത്തും കുവ്വത്തും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വിജ്ഞാനം ശേഖരിക്കാനുള്ള നമ്മുടെ നുഫൂദുകൾ, സ്വാധീനങ്ങൾ, കുവ്വത്ത്, ശക്തി, സൽത്തത്ത്, നമ്മളതിൽ അധികാരം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഏതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ജബ്ബുകളുണ്ടോ അവിടേക്കൊക്കെ അത് ചേർത്ത് വെക്കുമ്പോൾ അത് തഖ്റജു ബൈളാ, അത് വെള്ളയായിട്ട് എല്ലാ ഇരുട്ടുകളും നീങ്ങി വെള്ളയായിട്ട് അത് പുറത്തേക്ക് വരും. അതൊക്കെ പിന്നെ വിശദീകരിക്കുക, അത് സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജബ്ബിന് വേണ്ടി അതാണ് വല്ലറിബിന ബി ഹുമരിഹിന്ന അല ജുയൂബിഹിന്ന. എന്നിട്ട് പറയുന്നത് ഇനി ആണ് വലാ യുബുദീന സീനത്തഹുന്ന ഇല്ലാലി ബുഉലത്തിഹിന്ന എന്ന് തുടങ്ങുന്നത് ബാക്കി ഭാഗം. അപ്പോൾ ബഅല് എന്ന് പറയുന്നത് സത്യത്തിൽ ഭർത്താവിന് ശരിയെന്ന് ഞാൻ പറഞ്ഞു. ഭർത്താവിന് സീനത്ത് വെളിപ്പെടുത്താം, അത് കുഴപ്പമില്ല, ഏത് ഭാഗമാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷേ പിന്നീട് പറയണ ആബാ ബുഉലത്ത്, പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു സ്ത്രീയുടെ മക്കളാണെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ സൗന്ദര്യം വെളിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കാം. ചെറിയ കുട്ടികളെ കാര്യം, മക്കളെന്ന് പറയുമ്പോൾ വലിയ മക്കളും പെടുമല്ലോ. നമ്മളെ നാട്ടിൽ ഒന്നിനാത്തരം പോകുന്ന മക്കൾ എന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ നമ്മൾ ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ എടുക്കരുത്. അപ്പോൾ ബുഉലത്ത് എന്ന് പറയുന്നത്, ബഅല് എന്ന് പറയുന്നത് ഒരാളുടെ ഫിക്റത്തുല്ലൂലയാണ്, ആദ്യ ചിന്തയാണ് ഒരാളുടെ ബഅല് എന്ന് പറയുന്നത്. ഒരു മേഖലയിൽ നിന്ന് മാത്രമേ വിജ്ഞാനം സ്വീകരിക്കുന്ന ഒരു തലം, ഒരു കോണിൽ നിന്ന് മാത്രം വിജ്ഞാനം സ്വീകരിക്കുകയും
അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആദ്യ ചിന്തകളുണ്ട്. നമ്മളൊക്കെ ഒരു ആദ്യ ചിന്തയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടുന്നാണ് നമ്മൾ അഹ്സനുൽ ഖാലിക്കിൻ്റെ അറിവിലേക്ക് നമ്മൾ എത്തുന്നത്. അതാണ് ഖുർആൻ ചോദിച്ചത്, ആ തദ്ഊന ബഅലൻ, നിങ്ങളിലേക്ക് നിങ്ങളുടെ ആദ്യ ചിന്തകളെയാണോ നിങ്ങളിലേക്ക് ക്ഷണിക്കുന്നത്, നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിക്കുന്നത്. പ്രാർത്ഥിക്കുകയല്ല, ബഅലിനോട് പ്രാർത്ഥിക്കുകയല്ല. ആ തദ്ഊന, നിങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളിലെ ബഅലിനെയാണോ എന്നാണ്. അതാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്. അല്ലാതെ ഇപ്പോൾ ബഅലിനെ അവിടെ ഭർത്താവെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയല്ലല്ലോ. അഹ്സനുൽ ഖാലിക്കിനെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിനെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നാണോ? നമ്മുടെ ആദ്യ ചിന്തകൾ ഊഹങ്ങളായിരുന്നു, കെട്ടുകഥകളായിരുന്നു, ഐതിഹ്യങ്ങളായിരുന്നു, ഹവൻ നഫ്സായിരുന്നു. അതാണല്ലോ ഈ ബഅലിനെ കുറിച്ച് എഴുതിയപ്പോൾ ആളുകൾ എഴുതിയത്, പണ്ഡിതന്മാരെഴുതിയത്, ഇലാഹുൻ അവലു ഇലാഹുൻ യുഅബദു ഫിൽ അർളി, ഭൂമിയിൽ ആരാധിക്കപ്പെട്ടതിൽ വെച്ചിട്ട് ആദ്യത്തെ ഇലാഹാണ് ബഅൽ എന്നുള്ളതിന് ബഅലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്. അവലു ഇലാഹുൻ, ആദ്യ ഇലാഹാണ് യുഅബദു ഫിൽ അർളി, ഭൂമിയിൽ ആരാധിക്കപ്പെട്ടതിൽ വെച്ച് ആദ്യത്തെ ഇലാഹാണ് ബഅൽ. അങ്ങനെയാണ് തദ്ഊന ബഅലൻ, ആ ബഅലിനെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് അർത്ഥം എഴുതിക്കുന്നത് അവിടെ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ലാത്ത ഉസ്സ മനാത്ത എന്താന്നൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാനലിൽ അതിൻ്റെ ക്ലാസ് ഉണ്ട്. ബഅലെന്ന് പറഞ്ഞിട്ടില്ല. ഇനി നൂഹിൻ്റെ തദറൂന വദ്ദൻ വസുവാൻ വയഊസ വയഊക നസ്ര എന്നുള്ളതൊക്കെ പറയുന്നത് നമുക്ക് വേറെ വിശദീകരിക്കാനുണ്ട്. ഇലാഹുകളെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോന്നാണ്. അപ്പോൾ നമ്മുടെ ആദ്യ ചിന്തകളാണ് നമ്മുടെ ബഅൽ എന്ന് മനസ്സിലാക്കുക. ഈ ബഅലാണല്ലോ ലഅബാകണത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബഅലാണ് ലഅബാകണത്. ഇന്നമൽ ഹയാത്ത ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തും വതഫാഖുറും ബൈനൽ അംവാലി എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തുണ്ടല്ലോ. അപ്പോൾ ഹയാത്തു ദുനിയയിലായിരിക്കുമ്പോൾ നമുക്ക് ലഅബുൻ ലഹുവും ആയിരിക്കും. ബുദ്ധിപരമായ, ചിന്താപരമായ, പ്രാഥമികമായ തലത്തിൽ നമ്മളായിരിക്കുമ്പോഴാണ്, അതാണ് ഹയാത്തു ദുനിയ. അല്ലാതെ ദുനിയാവിലെ ജീവിതമല്ല, ഈ ഭൗതിക ജീവിതമല്ല. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യ ജീവിതമാണ്. ആത്യന്തികതയിലേക്ക്, ആഖിറത്തിലേക്ക്, ആത്യന്തികതയിലേക്ക് നമ്മൾ എത്താത്ത നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ ഹയാത്ത് ദുനിയ എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിപരമായ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആദ്യ ദശയാണ് നമ്മുടെ ഹയാത്ത് ദുനിയ. ആ ഹയാത്ത് ദുനിയയിൽ ലഅബും ലഹുവ, ആ ലഅബാണ് ബഅൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പ്രാഥമികമായ ചിന്തകളാണ്, ബിദായത്തുൽ ഫിക്രത്താണ്, ചിന്തയുടെ തുടക്കമാണ് സത്യത്തിൽ എന്ത്, ഈ ബഅൽ എന്ന് പറയുന്നത്. ആ രംഗത്ത് അവർക്കാണ് ഇത് അവിടെ വെളിപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഈ ബാഹ്യമായ വിജ്ഞാനത്തിൻ്റെ മോടി അവിടെയാണെങ്കിൽ പ്രശ്നമില്ല. നേരെ മറിച്ച് അതിൻ്റെ ആത്യന്തികതയിലേക്ക് പോകുമ്പോൾ അവിടെ അഹ്സനുൽ ഖാലിക്കിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അതാണല്ലോ ഖുർആൻ ചോദിച്ചത്, ആ തദ്ഊന ബഅലൻ വതദറൂന അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഖുലുക്ക് ഏറ്റവും നന്നായി, നിങ്ങളുടെ അഖ്ലാഖ്, നിങ്ങളുടെ ഖുലുക്കിനെ രൂപപ്പെടുത്തിയെടുക്കുന്നവൻ, അതാണ് അഹ്സനുൽ ഖാലിഖ്. നമ്മുടെ ആത്മീയ ജ്ഞാനത്തിലൂടെ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും നല്ല, അഹ്സനു തഖ്വീം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അഹ്സനുൽ ഖാലിഖീനാണ്. നമ്മുടെ അഖ്ലാഖിനെയാണ് അവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, സൃഷ്ടിച്ചെടുക്കുന്നത്, നിർമ്മിച്ചെടുക്കുന്നത്. അത് ഏറ്റവും അഹ്സനായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന അതിലേക്ക് നമ്മൾ എത്തണം. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ഈ പ്രാഥമികമായ ചിന്തകൾ വിട്ട് അതിൻ്റെ ആഖിറത്തിലേക്ക്, അതിൻ്റെ ഉന്നതമായ
ആത്യന്തികമായ ചിന്തകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ, ആ മഅരിഫത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ആ ഖാലിക്കിൻ്റെ മഅരിഫത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഒരു സഹോദരൻ ഒരു സംശയം അയച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത് തന്നെ വിശദീകരിക്കുകയാണ്. ഫഖലക്കനൽ അലക്കത്ത മുളുകത്തൻ ഫഖലക്കനൽ മുളുകത്ത ഫക്കസവനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയത്തുണ്ടല്ലോ. നുത്തുഫത്തിൽ നിന്ന് അലക്കത്ത് ഖലക്, പിന്നെ അവിടുന്ന് മാംസപിണ്ഡം, അവിടുന്ന് പിന്നെ അതിനെ എല്ലുകൾ കൊണ്ട്, പിന്നെ പിന്നെ ആ എല്ലിനെ ലഹമു കൊണ്ട് പൊതിയ എന്നൊക്കെ പറയുന്ന ഒരായത്തുണ്ട്. 2-3 സംശയങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ. അതൊക്കെ നമ്മൾ അടുത്ത് തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെയാണ് അതിൻ്റെ അവസാനത്തിലാണ് ഫതബാറക്കല്ലാഹു അഹ്സനൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്, ആ വചനം. അതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഖുലുക്കാണ് അവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. റസൂല് പറഞ്ഞല്ലോ, ബുഇസ്തുലി ഉത്തമ്മിമ മക്കാരിമുൽ അഖ്ലാഖ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കാനാണ് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് ബുഇസ്തു എന്ന് പറയുന്നത്. എന്നിട്ട് ആ റസൂലിനെ കുറിച്ച് എഴുതപ്പെട്ട കഥകളും ചരിത്രങ്ങളോ അതെൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി. മക്കാരിമുൽ അഖ്ലാഖാണോ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രവും ഹദീസുകളും ഒക്കെ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ? അത് എഴുതി വെക്കപ്പെട്ടതിൽ കുറേ പ്രശ്നങ്ങൾ എഴുതി വെക്കപ്പെട്ടതിലല്ല, നമ്മളുടെ വായനയിലാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ്. അത് റസൂലിൻ്റെ വിവാഹം വരെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. നമ്മൾ ഗ്രൂപ്പിലാണോ ഈ ചാനലിലാണോ എന്ന് എനിക്കറിയില്ല. ആയിഷ ബീവിയെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. എന്താണ് ഐഷ് എന്നുള്ളതൊക്കെ, അതിൻ്റെ 6-നെ എന്തിനാണ്, 6 വയസ്സിനെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബുഊലത്ത് എന്ന് പറയുന്നത്, ബഅല് ബുഊലത്ത് എന്ന് പറയുന്നത് ഭർത്താവല്ല എന്നർത്ഥം. മറിച്ച് നമ്മുടെ ഫിക്രത്തിൻ്റെ, ചിന്തയുടെ ബിദായത്താണ്. ഇപ്പം നമ്മൾ അർലുൽ ബഅല് എന്ന് പറയും അറബിയിൽ. അർലുൽ ബഅല്, ബഅലിയായ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ബഅല് എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗത്തു നിന്ന് മാത്രം വെള്ളം സ്വീകരിക്കുന്ന, അതായത് മഴവെള്ളമാണെങ്കിൽ മഴവെള്ളം മാത്രം സ്വീകരിക്കുന്ന ഒരു ഭൂമിക്കാണ് അർലുൽ ബഅല് എന്ന് പറയുന്നത്. അത് മുഹദ്ദദാണെന്നർത്ഥം. അത് മുഹദ്ദദ് എന്ന് പറഞ്ഞാൽ അതിരുകൾ നിശ്ചയിക്കപ്പെട്ട, പരിധി നിശ്ചയിക്കപ്പെട്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്ത പോകാത്ത, അത് വെള്ളം തേടി പോകാത്ത ഭൂമിക്കാണ് അർലുൽ ബഅല് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുള്ള ജലം മാത്രം സ്വീകരിക്കുന്ന ഭൂമി, അതിനെയാണ് അർലുൽ ബഅല് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബഅല് എന്ന് പറയുന്നത് അവ്വലു ഇലാഹുൻ യുഅബദു ഫിൽ അർളി എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ഇതുവരെ നമ്മളുടെ ഇലാഹ് എന്തായിരുന്നു? നമ്മുടെ ഹവൻ നഫ്സായിരുന്നു. ആ ഹവൻ നഫ്സിനെ വിട്ടിട്ട്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇബ്രാഹിം ഇന്നി ദാഹിബിന്, ഞാൻ എന്നെ വിട്ടിട്ട് റബ്ബിലേക്ക് പോവുകയാണെന്ന്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഹവൻ നഫ്സിനെയാണ് ഇലാഹാക്കിയിരുന്നത് ഇതുവരെ. അവിടെ നിന്ന് അഹ്സനുൽ ഖാലിക്കായ ഹുവയിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല എന്നർത്ഥം. അതാണ്, ആ തലമാണ് നമ്മുടെ ബഅലിൻ്റെ തലം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് ഞാൻ ബഅല് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ബഅല് എന്നതുകൊണ്ട് ഭർത്താവല്ല, നമ്മുടെ ഫിക്രത്തുല്ലൂലയാണ്, നമ്മുടെ അവ്വലു ഇലാഹാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ, അതായത് പാരമ്പര്യ പൈതൃക ആ വിശ്വാസങ്ങൾ മാത്രം സ്വീകരിക്കുന്ന നമ്മുടെ അർലു നഫ്സാണ്. ഇതൊക്കെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അഹ്സനുൽ ഖാലിക്കിലേക്ക് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല, അതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതാണ് തദ്ഊന ബഅലൻ വതദറൂന അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ചിന്തിക്കുക. ബാക്കി
ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിലപ്പോൾ ഉടനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നീട് ഏതാനും ക്ലാസ്സുകൾക്ക് ശേഷമൊക്കെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഹിമാർ, ഹുമർ, പിന്നെ ഹിജാബ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മാത്രം ബാധകമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇനി അബ്ന എന്താണ്, ആബ എന്താണ് എന്നുള്ളതൊക്കെ എന്നോട് തന്നെ ചില സഹോദരങ്ങൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അവർക്ക് ഒക്കെ ആബ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായി ഞാൻ പറയാതെ തന്നെ അതെൻ്റെ ക്ലാസ്സുകൾ, പഴയ ക്ലാസ്സുകൾ കേട്ടിട്ട് ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് 1-2 സഹോദരങ്ങൾ എനിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് സലാം.